പാലക്കാട് ആലത്തൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോണിപ്പാടം വാവുപള്ളിയാപുരം സ്വദേശി പ്രദീപിന്റെ ഭാര്യ നേഖയാണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഭർത്താവിനെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മരണം കൊലപാതകമെന്ന ആരോപണവുമായി നേഖയുടെ കുടുംബം രംഗത്തെത്തി. 12 മണിക്ക് അവൻ വിളിച്ചിട്ട് അമ്മ പാപ്പേ മയങ്ങി എന്ന് പറഞ്ഞിരിക്കണു. ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ എന്തിനാ കൊന്നു? അവന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? അവൻ എന്തിനു കൊന്നു? കഴിച്ചെടുത്തിരിക്കണു. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് കഴുത്തിലെ വേണ്ട. ഈ പാവി കൊന്നിട്ട് കഴുത്തിലെ ഊരാന്ന് കുട്ടിനെ ആശുപത്രി കൊണ്ടുപോണ്ടേ? വയ്യാണ്ടായ അവനത് ഊരാന്നിരിക്കണു. ദുഷ്ടൻ. അവൻ അവളെ ശരിയാക്കുന്നു അവളും പറഞ്ഞിട്ടുണ്ട്. അവൻ ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ആലത്തൂരിൽ നിന്നാണ് ഇന്ന് ഈ സങ്കട വാർത്ത എത്തിയത്. ഇതിലിപ്പോൾ കുടുംബ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്ന ആരോപണം ഉയർത്തിയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ തൊട്ട് ഇതിൽ ഈ ഭർത്താവ് പ്രദീപ് എന്ന് പറയുന്നയാൾ വിളിച്ചത് തൊട്ട് അതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. പോലീസ് ഈ പ്രദീപിനെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ, അസ്വാഭാവികതകൾ നിറഞ്ഞ മറുപടികൾ ഒക്കെ അല്ലെങ്കിൽ മൊഴികൾ അതൊക്കെ പ്രദീപിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? ശ്രീത്, പ്രദീപിന്റെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ് എന്ന് പോലീസ് ഇതിനകം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ കഴുത്തിൽ തുണിമുറുകി, അതായത് തൂങ്ങി മരണം തന്നെ എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ഉള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നമ്മൾ അല്പസമയം മുൻപാണ് നമുക്ക് ആ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപാണ് ആ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നേഖയുടേത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും കഴുത്തിലുള്ള കയർ മുറുകി തന്നെ മരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. നേഖ വീണ് കിടക്കുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ഈ പ്രദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു. ഒരുപക്ഷെ പാർഷ്യൽ ഹാങ്ങിങ് ആയിരിക്കാം, പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ വീണിരിക്കാം ആ മേഖലയിലേക്ക് എന്നാണ് പറയുന്നത്. കുഞ്ഞു കരയുന്നത് കേട്ട് പ്രദീപ് ഉണർന്ന് നോക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് വിളിച്ചു പറഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ ബന്ധുക്കൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നു. നിരന്തരം ഉപദ്രവിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങൾ നടത്താറുണ്ട്. അതിനുശേഷം പലപ്പോഴായി വീട്ടിൽ വന്ന് ഈ കുഞ്ഞും അതുപോലെ തന്നെ നേഖയും നിൽക്കാറുണ്ട്. അതിനുശേഷം വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സംസാരിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവിടുന്ന സാഹചര്യമൊക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും പ്രദീപിനെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. തൂങ്ങിമരണം എന്നൊരു പ്രാഥമികമായ വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ പറയുന്നത് കാര്യമായ രീതിയിൽ കൊലപാതകം തന്നെയെന്ന് ബന്ധുക്കൾ ആരോപണം ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും പോലീസിനൊരു പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തൂങ്ങി മരണമെന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നേഖയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നാളെയായിരിക്കും പാമ്പാടി ഐവർ മഠത്തിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. നേഖ എന്ന 24-കാരിയാണ് ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. അത് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്നാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പ്രജിൻ, ശ്രീത്തതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം വന്നിരിക്കുന്നു. അതിൽ തൂങ്ങി മരണം എന്ന് ഒരു പരാമർശമുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ അന്വേഷണം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ആത്മഹത്യ തന്നെയാണെങ്കിൽ തന്നെ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണല്ലോ. അതിൽ ഈ പറയുന്ന കുടുംബത്തിന്റെ ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നാട്ടുകാരുടെ എന്താണ് പറയാനുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ വളരെ സുപ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഈ പ്രദീപ് ഈ രീതിയിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നൊക്കെയുള്ള വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ബന്ധുക്കൾ എല്ലാവരും തന്നെ പറയുന്നത്. അതായത് ഈ പ്രദീപ് ഗൾഫിലായിരുന്നു വിവാഹം കഴിക്കുന്ന സമയത്തുണ്ടായിരുന്നു. 6 വർഷം മുമ്പാണ് വിവാഹം കഴിച്ചത്. ഇപ്പോൾ പക്ഷേ ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി പോകുന്നതിന് ശേഷം കോയമ്പത്തൂരിലെ ഒരു ഫുട്വെയർ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അമ്മയുടെ പ്രതികരണത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രദീപിന് നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ട് എന്ന് അമ്മയോട് ഈ നേഖ തന്നെ വിളിച്ച് പറഞ്ഞു. അതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണോ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പോലീസ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടുപ്പത്തിൽ തന്നെയാണ് ഇരുവരും ജീവിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രദീപ് അടിക്കാറുണ്ട്, പ്രദീപ് മർദ്ദിക്കാറുണ്ട്, തന്നെ പ്രദീപിൻ്റെ മാതാവ് ഇത്തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറാറുണ്ട് എന്നതൊക്കെ ഈ ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. ബന്ധുക്കളുടെ ഒരു ആക്ഷേപമാണ്. അല്പസമയം മുൻപ് നമ്മൾ ആ വീട്ടിൽ പോയി അമ്മയുടെ പ്രതികരണമടക്കം എടുത്തതാണ്, ബന്ധുക്കളുടെ പ്രതികരണം എടുത്താണ്. അച്ഛൻ സുബ്രഹ്മണ്യൻ ഒരു റിട്ടയർഡ്
പട്ടാളക്കാരൻ, മിലിറ്ററി ജീവനക്കാരൻ കൂടിയാണ്. ആ പ്രദേശത്തെ ഒരു പ്രമുഖ കുടുംബമാണ്. എന്തായാലും ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാഥമികമായ നിഗമനം തൂങ്ങിമരണമാണ് ആണ്. എന്നാൽ പോലും തൂങ്ങിമരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അത് ഈ പ്രദീപിൻ്റെ മാനസികമായ ശാരീരികമായ പീഡനങ്ങളാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും പോലീസ് നടപടി ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രദീപിനെ എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. അയാൾ ആലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. പ്രജിൻ. യെസ്, ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.